ഹലോ, നിങ്ങൾക്ക് എല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം. ഇത് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇന്ന് എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു അച്ചിങ്ങാപ്പയർ മെഴുക്കുവരട്ടിയാണ്. അത് ഞാൻ തയ്യാറാക്കുന്ന രീതിയിൽ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇനി നമുക്ക് മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ തുടങ്ങാമേ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു 3/4 കിലോ അച്ചിങ്ങാപ്പയറാണ്. അത് ഏതാണ്ട് ഒരു 1-1.25 ഇഞ്ച് നീളത്തിൽ മുറിച്ചിട്ടേ ഉള്ളൂ. കുറച്ചുകൂടി നീളത്തിൽ മുറിക്കുമ്പോഴത്തേക്ക് ആ മെഴുക്കുവരട്ടി ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ഭംഗി ഇച്ചിരി കുറയുന്ന പോലെ തോന്നിയിട്ടുണ്ട്, ടേസ്റ്റിന് വ്യത്യാസമൊന്നുമില്ലെങ്കിലും. ഇപ്പം ഞാൻ അതിലേക്ക് ഇട്ടിരിക്കുന്നത് ഒരു അരമുറി തേങ്ങ കഷ്ണങ്ങളാക്കിയതാണ്, അതായത് തേങ്ങാക്കൊത്ത്. പിന്നെ നല്ല 2 വലിയ പച്ചമുളക് നടുവേ കീറി ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പം നമുക്കിതിലേക്ക് വേണ്ടത് സവാളയുള്ളിയാണ്. അതിനുവേണ്ടി സവാളയുള്ളി എടുത്തിരിക്കുന്നത് 3 മീഡിയം സവാള കനം കുറച്ചരിഞ്ഞതാണ്, 4ആയിട്ട് മുറിച്ചിട്ട് കനം കുറച്ചരിഞ്ഞത്. ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി, ചില്ലി ഫ്ലേക്സ്, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഒക്കെ കൂടെ വേണം. ഇനി നമ്മൾ അതിലേക്ക് ചേർക്കുന്നത് ഉപ്പാണ്. ഒരു 1.5 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. ഇപ്പോൾ 1 ടീസ്പൂൺ ചേർത്തു. ഇനിയിപ്പോൾ നമുക്കിതേ 1/2 ടീസ്പൂണും കൂടെ ചേർത്തിട്ടുണ്ട്. ഇവിടെ ഉപ്പൊക്കെ ഇച്ചിരി കൂടുതലാണ്. ഉപ്പ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറച്ചോണേ. ഇപ്പോൾ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. കാശ്മീരി ചില്ലി പൗഡർ 1 ടീസ്പൂൺ ലെവലായിട്ടുള്ളതാണ് ചേർത്തിരിക്കുന്നത്. ഇനിയിപ്പം നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ ലെവലായിട്ടുള്ളതാണ് വേണ്ടത്. അപ്പം നമ്മൾ അച്ചിങ്ങാപ്പയർ മെഴുക്കുപുരട്ടിയിലോട്ട് വേണ്ട എല്ലാ സാധനങ്ങളും എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കിനി മെഴുക്കുപുരട്ടി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിന് ഞാനൊരു ഇച്ചിരി വലിപ്പമുള്ള ഒരു കടായി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എണ്ണയൊക്കെ ഓരോരുത്തർക്കും അവരവരുടെ ഇഷ്ടം പോലെ ചേർക്കാം. ഇപ്പോൾ നമ്മുടെ ആ മെഴുക്കുപുരട്ടിക്ക് എടുത്ത് വെച്ചത് മുഴുവനും ഒരുമിച്ച് എണ്ണ ചൂടായപ്പം അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 രീതിയിൽ നമുക്ക് മെഴുക്കുപുരട്ടി ചെയ്യാം. ഈ മെഴുക്കുപുരട്ടി കുറച്ച് വെള്ളം ഒഴിച്ച്, ഒരു 1/2 കപ്പോ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് പാതി കുക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഉലർത്തിയെടുക്കാം. പക്ഷേ എനിക്ക് അതിനേക്കാട്ടിൽ കുറച്ചുകൂടെ നല്ലതായിട്ട്, ഇച്ചിരൂടെ ടേസ്റ്റായിട്ട് തോന്നിച്ചിരിക്കുന്നത് ഇങ്ങനെ തന്നെ ചെയ്യുന്നത്. അത് തന്നെയല്ല, അത് 2 പ്രോസസ്സും അല്ലേ. ആദ്യം ഒന്ന് വേവിച്ച് പിന്നെ അത് ഇച്ചിരി ഒന്ന് തണുത്ത് കഴിയുമ്പോഴേക്ക്, കാരണം ചൂടോടെ ഇട്ട് ഉലർത്തി കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഒന്ന് ഉടഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതിനേക്കാൾ നല്ലത് ഇതാവുമ്പം ഒരിക്കലും ഉടയത്തില്ല. പക്ഷേ നമ്മൾ ശ്രദ്ധിച്ചില്ല, ഓവറായിട്ട് ഒരുപാട് നേരം നമ്മൾ മൂടി വെക്കുകയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതായാലും ചിലപ്പോൾ ഉടഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇതിപ്പോൾ ഞാൻ എല്ലാം കൂടെ ഇട്ട് ഒന്ന് ഇളക്കി, അതിൽ ചേർത്തിരിക്കുന്ന പൊടികളും ഉള്ളിയും പച്ചമുളകും ഒക്കെ എല്ലായിടത്തും ആകുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് അങ്ങ് മൂടി വെച്ചു. അപ്പോൾ ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോഴേക്ക് മൂടി വെക്കുന്നത് കൊണ്ട് തന്നെ അതിനകത്ത് നന്നായിട്ട് ആവി കയറും. ഇപ്പം കണ്ടല്ലോ, ഇളക്കി കൊടുത്തപ്പോൾ അതിനകത്തുനിന്ന് ആവി വരുന്നത്. അപ്പം ആ ആവിയിൽ തന്നെ ഇരുന്ന് വെന്തോളും. അത് തന്നെയല്ല, പയറിൽ നമ്മൾ കഴുകേണ്ടയൊക്കെ എന്തായാലും ചെറുതായിട്ടെങ്കിലും വെള്ളം കാണും, അല്ലെങ്കിലും പയറിൽ നിന്ന് കുറച്ചൊക്കെ വെള്ളം ഇറങ്ങും. ഇപ്പം നടുക്ക് കണ്ടായിരുന്നല്ലോ നിങ്ങൾ, ആ പയറിൽ നിന്ന് ഊറി ഇറങ്ങിയ ആ ഒരു വെള്ളം, അത് ധാരാളം മതി പയറ് കറക്റ്റായിട്ട് വെന്ത് കിട്ടാനായിട്ട്. ഇപ്പോൾ ഒന്ന് ഇളക്കി എല്ലാം ഒന്ന് യോജിപ്പിച്ചിട്ട് വീണ്ടും ആ പയറെല്ലാം ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് നമുക്ക് ഒന്നുകൂടെ മൂടി വെച്ച് വേവി. ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, അച്ചിങ്ങാപ്പയർ ഒരു 1-1.25 ഇഞ്ച് നീളത്തിൽ മുറിച്ചാൽ മതിയെന്ന്. അത് ഞാൻ പറയാൻ കാര്യം, നമ്മൾ ഇപ്പോൾ ഒരു 2 ഇഞ്ചായി പോയാലും 2.5 ഇഞ്ചായി പോയാലും കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റിന് വ്യത്യാസമൊന്നും വരില്ല. നമ്മൾ ഒരേപോലെ മുറിച്ച് വലിയ നീളമില്ലാതെ തന്നെ മുറിക്കുമ്പോൾ അത് ഉലർത്തി വരുമ്പോൾ കുറേ കൂടെ ഭംഗിയാണ് കാണാനായിട്ട്, പാത്രത്തിലിരിക്കുന്നത് കാണാൻ. അല്ല, നിങ്ങൾക്ക് നല്ല നീളത്തിൽ മുറിക്കുന്നതാണ് താല്പര്യം എന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം ഏതാണ്ട് ഒരേ വലിപ്പത്തിലിരിക്കണം എന്നുള്ളതേ ഉള്ളൂ. അത് ഒരു അപ്പിയറൻസിന് വേണ്ടി ഞാൻ പറയുന്നെന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല കേട്ടോ. ഇപ്പം നിങ്ങൾ കണ്ടല്ലോ, അതിന് നടുക്കിനി ഒരു ഇച്ചിരി വെള്ളം കൂടെ ഉള്ളൂ. അപ്പം നമുക്ക് എല്ലാം ഒന്ന് നിരത്തിയിട്ടിട്ട് ഇനിയും കൂടുതൽ പയർ വെന്തു പോകാതെ പെട്ടെന്ന് അങ്ങ് തുറന്നിട്ട് വറ്റിച്ചെടുക്കാം ആ വെള്ളം. അത് കഴിയുമ്പോഴേക്ക്, ആ വെള്ളം വറ്റി കഴിയുമ്പോഴേക്ക് പിന്നെ പെട്ടെന്ന് അതങ്ങ് ഉലർത്തിയെടുക്കാൻ പറ്റും. ഇപ്പം ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് ചില്ലി ഫ്ലേക്സ് ആണ്. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി ഫ്ലേക്സ് ആണ് ഞാൻ ഇട്ട് കൊടുത്തത്. നിങ്ങളുടെ കയ്യിൽ കാശ്മീരി ചില്ലി ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ സാധാരണ ഡ്രൈ ചില്ലിയുടെ ഫ്ലേക്സ് ഇട്ടാലും മതി. എരിവ് കൂടി പോകണ്ടല്ലോ എന്നോർത്താണ് ഞാൻ പറഞ്ഞത് കാശ്മീരി ഡ്രൈ ചില്ലിയുടെ ഫ്ലേക്സ് ഇടാനെന്നേ. നിങ്ങൾക്ക് എരിവ് പ്രശ്നമല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ മറ്റ് ഡ്രൈ ചില്ലി അല്ലെങ്കിൽ അളവ് കുറച്ച് ചേർത്താൽ മതി. സാധാരണ ഡ്രൈ ചില്ലി ആണെങ്കിൽ നിങ്ങൾ കുറച്ച് 1/2 ടീസ്പൂണോ ചേർത്താൽ മതി ചില്ലി ഫ്ലേക്സ്. ഇപ്പോൾ നമ്മുടെ അച്ചിങ്ങാപ്പയർ മെഴുക്കുപുരട്ടി ഏതാണ്ട് ഒരു പകുതി മുക്കാലും പരുവത്തിലായിട്ടുണ്ട്. ഇവിടെ ഞങ്ങൾക്ക് 3 പേർക്കും മെഴുക്കുപുരട്ടി ഏതായാലും ഒരിച്ചിരി നന്നായിട്ട് മൂക്കുന്നതാണ് ഇഷ്ടം. പലയിടത്ത് പോകുമ്പം പല രീതിയിലുള്ള മെഴുക്കുപുരട്ടി കണ്ടിട്ടുണ്ട്. ഇങ്ങനെ നീളം കൂടിയതും കുറഞ്ഞതും വേവാണെന്നുണ്ടെന്നുണ്ടെങ്കിലും പല രീതിയിലുമൊക്കെ. ടേസ്റ്റ് എല്ലാം ഏതാണ്ട് ഒരുപോലൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിലും ഇത്രയും മൂപ്പിക്കുമ്പോൾ ഒരു ഗുണമുള്ളത്, അതിനകത്തെ തേങ്ങാക്കൊത്തൊക്കെ ഇച്ചിരി നന്നായിട്ട് മൂക്കും.
അതുകൊണ്ട് ഇത്രയും മൂപ്പിക്കുമ്പോഴത്തേക്ക് ആ അച്ചങ്ങാപ്പയറിനും പ്രത്യേകിച്ച് തേങ്ങാക്കൊത്തിനും ഒരു പ്രത്യേക ടേസ്റ്റാണ്. എനിക്കറിയില്ല തേങ്ങാക്കൊത്ത് ഇടുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ അച്ചങ്ങാപ്പയർ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുമ്പോൾ തേങ്ങാക്കൊത്ത് സാധാരണ ചേർക്കാറില്ലെങ്കിൽ വലിയ കനമില്ലാതെ തേങ്ങാക്കൊത്ത് എടുത്തിട്ട്, അതായത് തിൻ സ്ലൈസസ് ആയിട്ട് തേങ്ങാക്കൊത്ത് എടുത്തിട്ട് ഒരു പ്രാവശ്യം ഒന്ന് ഇട്ട് നോക്കിക്കേ. നല്ല ടേസ്റ്റ് ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ അച്ചങ്ങാപ്പയറൊക്കെ നല്ല കറക്റ്റായിട്ട് ഉലർത്തി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിൽ സെർവ് ചെയ്യാനുള്ള പാത്രം. ഈ അച്ചങ്ങാപ്പയറും മെഴുക്ക് പുരട്ടി ഒരു ഇറച്ചി ഉലർത്തിയതോ ഒരിച്ചിരി മീൻകറിയോ ഒരു കാച്ചിമോരോ അല്ലെ പച്ചമോരോ എന്തെങ്കിലും മതി നല്ല തൃപ്തിയായിട്ട് ചോറുണ്ണാനായിട്ട്. നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കുമല്ലേ, ഞാൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അവസാനം കറിയുടെ കാര്യം പറയുമ്പം കാച്ചിമോരിലും പച്ചമോരിലും കറങ്ങി തിരിഞ്ഞ് വന്ന് എത്തി നിൽക്കുമല്ലോ എന്ന്. ശരിക്കും ഇവിടെ ഞങ്ങൾക്ക് 3 പേർക്കും ഒരുപാട് ഇഷ്ടമുള്ള കറിയാണ് കേട്ടോ കാച്ചിമോരും പച്ചമോരും. അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലുമൊക്കെ എൻ്റെ ഈ ചാനലോ റെസിപ്പിയൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ ബാക്കി റെസിപ്പീസും ഒക്കെ പോയി ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കല്ലേ. അപ്പം നമുക്ക് നാളെ വേറെ ഒരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക്